Years ago now, വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെറുപ്പക്കാരനായ ഒരു അച്ഛനായിരുന്ന സമയത്ത് I was driving an old 1970 Ford, എനിക്ക് പഴയ ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു ഫോർഡ് കാർ. and I desperately needed some new tires. ഈ ഇതിന്റെ ടയറുകൾ മുഴുവനും തേഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അവിടെ എനിക്ക് പുതിയ 4 ടയർ വേണമായിരുന്നു. To get back and forth to my church, എന്റെ പള്ളിയിലേക്ക് എല്ലാ ഞായറാഴ്ചയും പോയി വരുവാനായിട്ട് 40 miles west of my hometown in Corpus 40 Christi. മൈലോളം എനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. On that old car, I had some Maypop tires. അതിനകത്ത് ഇവിടെ ഇട്ടിരിക്കുന്ന തേഞ്ഞ ടയറുകളാണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത്. By which I mean they may pop any minute. ഏത് സമയത്തും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ള ടയറുകളാണ്. So almost every Sunday, എല്ലാ ഞായറാഴ്ചയും driving to and from my church, എന്റെ പള്ളിയിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ I experienced a blowout ചില സമയങ്ങളിൽ എന്റെ ടയർ വെടിതീർന്നു പോയിട്ടുണ്ട്. on one of my badly worn out tires. എന്റെ ഈ ടയറുകൾ ഉപയോഗശൂന്യമായ ഈ ടയറുകൾ പലപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ വരുത്തി തീർത്തിട്ടുണ്ട്. I had a cousin എനിക്ക് എന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട സഹോദരനുണ്ട്, who drove a big 18-wheeler. 18 ചാടുകൾ ഉള്ളതായിട്ടുള്ള ഒരു വലിയ വണ്ടി ഓടിക്കുന്നതാണ് അദ്ദേഹം. Transporting goods for a company. സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ടാണ് ഈ വലിയ വണ്ടി അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. One day he told me ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, he could get me 4 brand new tires നിനക്ക് 4 നല്ല പുതിയ ടയർ ഞാൻ തരാം, for $10 a piece. ഒരു ടയറിന് നീ $10 മാത്രം തന്നാൽ മതി. How many rupees is that? Almost 100 rupees. 1000. $10 a piece. 1000 രൂപ. 800. Okay. 800. Of course, they were tires he had stolen from the trucking company. അപ്പൊ ഈ എവിടുന്നാണ് ഇദ്ദേഹം ഇത്ര വില കുറച്ച് ഈ ടയർ എനിക്ക് തരാമെന്ന് പറഞ്ഞതെന്ന് അറിയാവോ? അദ്ദേഹം ഈ 4 ടയറുകളും മോഷ്ടിച്ചതാ. But I must be honest with you ഞാൻ നിങ്ങളോടുള്ള കാര്യം പറയണമല്ലോ, and tell you that I needed those tires so badly എനിക്ക് ഇപ്പൊ ടയർ വളരെ അത്യാവശ്യമാണ്. that my 2 natures kicked in. എന്റെ ഉള്ളിലുള്ള 2 പ്രകൃതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടവലിക്കാൻ തുടങ്ങി. One nature in me said, എന്നിലുള്ള ഒരു പ്രകൃതം എന്നോട് പറഞ്ഞു, you know you have been needing some tires. നിനക്ക് പുതിയ ടയർ അത്യാവശ്യമാണെന്ന് നിനക്ക് അറിയാമല്ലോ. This could be a blessing in disguise. ഇത് ദൈവം തമ്പുരാൻ നിനക്ക് നൽകിയ ഒരു അവസരമാണ്, ഒരു അനുഗ്രഹമാണ്. A new set of tires നിനക്ക് 4 പുതിയ ടയറുകൾ കിട്ടിയ from the black market ഇത് മോഷ്ടിച്ചെടുത്തതാണ്. that will cost you little or nothing. നിനക്ക് വളരെ ചുരുങ്ങിയ ചെലവേ നിന്റെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി വരത്തുള്ളൂ. That could be a blessing in disguise. നിനക്കത് ഒരു വലിയ അനുഗ്രഹമല്ലേ നിന്റെ ആവശ്യത്തിന്റെ മധ്യേ. But then the other nature said, എന്റെ മനസ്സിന്റെ മറ്റേ പ്രകൃതം എന്നോട് പറഞ്ഞു, but pastor, how would it look അച്ഛാ, നീ ഈ മോഷ്ടിച്ച ടയറും കൊണ്ട് വണ്ടി ഓടിച്ചാൽ എങ്ങനെയിരിക്കും? for you to drive to your church every Sunday? ഈ സൺഡേയിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലോട്ട് ഈ മോഷ്ടിച്ച ടയർ ഉപയോഗിച്ചാണ് നീ വണ്ടി ഓടിക്കുന്നതെങ്കിൽ, with stolen tires on your car, നിന്റെ ഈ വണ്ടിയിൽ ഇപ്രകാരമുള്ള ടയറാണ് നീ ഉപയോഗിക്കുന്നതെങ്കിൽ, and you're supposed to be the pastor? നീ അവിടുത്തെ അച്ഛനല്ലേ? But then the other spirit said, എന്നാൽ മറ്റേ ആത്മാവിനോട് പറഞ്ഞു, but don't you always sing that song? നീ എപ്പോഴും ഇത് പാടുന്നതല്ലേ? Anyway you bless me, Lord, I'll be satisfied. ഏതായാലും ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ സംതൃപ്തനാകും എന്നല്ലേ നീ പാടിയിട്ടുള്ളത്? Those 2 natures in me went back and forth. ഈ 2 പ്രകൃതത്തിലുള്ള വടംവലി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനായിട്ട് തുടങ്ങി. over what was right and what was wrong. ഇതിൽ ഏതാണ് നല്ലത്, ശരിയായിട്ടുള്ളത്, ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? And on that particular occasion, ആ ഒരു സന്ദർഭത്തിൽ I managed to choose the right. ഏതായാലും ഞാൻ ശരിയായത് തന്നെ തിരഞ്ഞെടുത്തു. But there have been other instances in my life എന്നാൽ എന്റെ ജീവിതത്തിൽ മറ്റു പല അവസരങ്ങളിലും when the right decision escaped me. ഈ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് സാധിക്കാതെ വന്നിട്ടുള്ള അവസരങ്ങളുണ്ട്. But it is possible in Jesus Christ എന്നാൽ യേശുവിൽ അത് നമുക്ക് സാധ്യമായി തീരുന്നു. to choose the right. ശരിയായതിനെ തിരഞ്ഞെടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. And each day when we choose the right, നമ്മൾ ഓരോ ദിവസവും ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുമ്പോൾ we grow stronger in the Lord. നമ്മൾ കർത്താവിൽ കൂടുതൽ ബലപ്പെടുന്നു.
Whenever you choose what is good and right, നല്ലതും ശരിയായിട്ടുള്ളതും നീ തിരഞ്ഞെടുക്കുമ്പോൾ you have to fight your way to its glorious climax. നിന്റെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് മഹത്വീകരണത്തിലേക്ക് നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്.